നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയും വീടിൻ്റെ നേതൃത്വത്തിൽ. അതാണ് ഭയങ്കര പ്രതീക്ഷ ജനങ്ങളിലും. എന്തായാലും അതുണ്ടാവും. ഈ വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് 2% പോലെ ക്രിസ്ത്യൻസ് ഇല്ലാത്ത ഒരു മണ്ഡലത്തിൽ VS ജോയിക്ക് കൊടുത്തിട്ട് കേരള സ്റ്റോറി, യഥാർത്ഥ കേരള സ്റ്റോറി കാണിച്ചു കൊടുത്തു. ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുക, ഇനി അവിടെ നിറയ്ക്കണം. നിറയ്ക്കാനുള്ള സംവിധാനത്തിൻ്റെ മാന്ത്രിക വിദ്യ സതീശൻ്റെ കയ്യിലുണ്ട്. നിലപാടിൻ്റെ രാജകുമാരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. അതിലും പിന്നെ നമ്മുടെ തട്ടകം മുഴുവനും നിറഞ്ഞൊക്കെയാണ്. ഇതിലും വലിയ വിസ്മയം എന്താ വരാനുള്ളത്? നമസ്കാരം. 10 വർഷത്തിന് ശേഷമാണ് UDF സർക്കാർ അധികാരം ഏൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ആവേശത്തിലാണ് UDF പ്രവർത്തകർ. തലസ്ഥാനത്തേക്ക് നിരവധി പ്രവർത്തകരാണ് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ലക്ഷക്കണക്കിന് പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ എല്ലാവരും തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തെയും നോക്കിക്കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി പ്രവർത്തകർ, അതായത് ഗദർധാരികളായ നിരവധി പ്രവർത്തകരാണ് നിലവിലിപ്പോൾ തലസ്ഥാനത്തേക്ക് നിരന്തരം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലൊരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണുവാനും സാധിച്ചത്. സമാനമായ രീതിയിൽ ഇന്നും, പ്രത്യേകിച്ച് ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് തലസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തകരോട് തന്നെ ചോദിക്കാം, എന്തുമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു പുതിയ നിയുക്ത മുഖ്യമന്ത്രിയെയും അതുകൂടാതെ ആ ഒരു മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെയും നോക്കിക്കാണുന്നത് എന്ന്. ഞങ്ങൾ പാലക്കാട് നിന്ന് സത്യപ്രതിജ്ഞ വരെയാണ്. നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിയും വീടിൻ്റെ നേതൃത്വത്തിൽ. അതാണ് ഭയങ്കര പ്രതീക്ഷ ജനങ്ങളിലും. എന്തായാലും അതുണ്ടാവും. പാലിക്കുന്നതാണ്. മൂപ്പര് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. നിലപാടുള്ള ആളാണ്. ആ നിലപാടിൽ തന്നെയാണ് അദ്ദേഹം നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെന്തായാലും നടക്കും. നിലപാടിലൊക്കെ നടപ്പാക്കും. ഞങ്ങൾ പാലക്കാട് നിന്നാണ്. പിന്നെ വിശാലയുടെ മണ്ഡലത്തിൽ നിന്ന് MLA കൂടെ ഉണ്ട്. ഞങ്ങൾക്കൊരു മന്ത്രിയുണ്ട്, തുളസി. ഞങ്ങൾ VK ശ്രീകണ്ഠൻ ഞങ്ങളെ MP ആണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഞങ്ങളെ ഇൻറ്റിമേറ്റാണ്. എന്തായാലും അവരൊരു മന്ത്രിയുണ്ട്. ഹാപ്പിയാണ്. ഞങ്ങൾ തിരൂര് തവനൂർ മണ്ഡലവും VS ജോയ് ജയിച്ച മണ്ഡലത്തിൽ നിന്ന് പറഞ്ഞത്. KT ജലീലിനെ തല മറ്റേ എന്താ പറയുക അടിച്ചമർത്തി കേരള സ്റ്റോറി, യഥാർത്ഥ കേരള സ്റ്റോറി തവനൂരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. കേരളത്തിൽ ഈ വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് 2% പോലെ ക്രിസ്ത്യൻസ് ഇല്ലാത്ത ഒരു മണ്ഡലത്തിൽ VS ജോയിക്ക് കൊടുത്തിട്ട് കേരള സ്റ്റോറി, യഥാർത്ഥ കേരള സ്റ്റോറി കാണിച്ചു കൊടുത്തു. ആ മണ്ഡലത്തിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. എന്തായാലും ഈ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് വലിയ സന്തോഷം. എല്ലാ മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തതിൽ വളരെയധികം സന്തോഷം. അതായത് താവന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താവന്നൂർ നിയോജക മണ്ഡലത്തിൽ ഇവരൊക്കെ പറഞ്ഞാൽ ഒരിക്കലും മാറൂല, താവന്നൂർ ഞങ്ങളുടെ കയ്യിലാണെന്ന് അവർ പറഞ്ഞത്. മാത്രമല്ല VS ജോയ് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഫിറോസ് കുന്നംപറമ്പിലിനെ അടിച്ച് മലത്തി, കുഞ്ഞാലിക്കുട്ടീനെ അടിച്ച് മലത്തി. ഞങ്ങൾക്കെന്ത് VS ജോയ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ അന്ന് അവരോടൊക്കെ പറഞ്ഞത് ഇത് വേറെ ജനസാണ്, ഞങ്ങൾ ഇറക്കിയിട്ടുള്ള വേറെ ജനസാണ്, അതുകൊണ്ട് ഞങ്ങൾ ജയിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ജയിച്ച് യഥാർത്ഥ കേരള സ്റ്റോറിയാണ്. നിങ്ങൾക്കറിയാം, ക്രിസ്തീയ സമുദായം ഒരൊറ്റ ശതമാനം അവിടെ ഉള്ളു താവുന്നത്. ബാക്കി 65% മുസ്ലിം, 34% ഹിന്ദു സമുദായം ഉള്ളവർക്ക് യഥാർത്ഥ കേരള സ്റ്റോറി ആയിട്ട് VS ജോയ് ഞങ്ങൾ ജയിപ്പിച്ച് അതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളിത് പങ്കെടുക്കാൻ വന്നത്. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷത്തിലാണ്. ജനങ്ങളെ പ്രതീക്ഷക്കൊത്തി നമ്മളെ ഗവൺമെൻറ് ഉയരുമെന്ന് തന്നെയാണ് ഞങ്ങളെ പ്രതീക്ഷ. ഉറപ്പാണ്. ഇന്നത്തെ ഫസ്റ്റ് തന്നെ പരമാവധി പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുമെന്ന് ഇന്നലെ നിയുക്ത മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണ് പൊതുജനങ്ങളും പാർട്ടി പ്രവർത്തകരും. അതൊക്കെ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം. തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിൽ സന്തോഷം. ഞങ്ങൾ പെരുവന്താനം, ഇടുക്കി. അതെ. പിന്നെ പീരുമേട്ടിൽ MLA അഡ്വക്കേറ്റ് സിറിക് തോമസ്. അതെ. ഞങ്ങളിപ്പോൾ അകത്ത് കയറാൻ പോവുകയാണ്. ഞങ്ങൾക്ക് പാസെല്ലാം റെഡി ആയിട്ടുണ്ട്. അതെ. ഞാൻ കോൺഗ്രസിൻ്റെ പെരുവന്താനം മണ്ഡലം പ്രസിഡന്റാണ്. ഓക്കെ. ഞങ്ങളെല്ലാവരും ഉറപ്പായിട്ടും നടപ്പിലാക്കും. എല്ലാ പ്രഖ്യാപനങ്ങളും നടപ്പിലാവും. പിന്നെ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് നടക്കുകയില്ല. സാവകാശമെല്ലാം നടക്കും. തീർച്ചയായിട്ടും നടക്കും. പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുക, ഇനി അവിടെ നിറയ്ക്കണം. നിറയ്ക്കാനുള്ള സംവിധാനത്തിൻ്റെ മാന്ത്രിക വിദ്യ സതീശൻ്റെ കയ്യിലുണ്ട്.
അത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഖജനാവ് നിറച്ചു കഴിയുമ്പോൾ വിസ്മയങ്ങളൊക്കെ സംഭവിക്കും. കൂടുതൽ സംഭവിക്കും. ഇനിയും അടുത്ത പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇതിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ എത്തത്തക്ക രീതിയിലുള്ള ഭരണ സംവിധാനമായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത്. ഓക്കെ, ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ കൂടുതൽ എന്ത് വിസ്മയം സംഭവിക്കാനാണ് എന്നുള്ളതാണ്. എന്തായാലും അതെ, വിസ്മയമാണ് നടന്നു തുടങ്ങിയത്. ചേച്ചി വിസ്മയം ഇതിലും വലിയ വിസ്മയം നിലപാടിന്റെ രാജകുമാരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. അതിലും പിന്നെ നമ്മുടെ തട്ടകം മുഴുവനും നിറഞ്ഞൊക്കെയാണ്. ഇതിലും വലിയ വിസ്മയം ഇനി എന്താ വരാനുള്ളത്? അവര് പൂച്ച വെച്ചെടുക്കണം, അവരാക്കിയിട്ടുണ്ട് വന്നേക്കാലേ. ഇനി ഇവരായിട്ടെല്ലാം ആക്കിയെടുക്കണം, സൂക്ഷിച്ച് എല്ലാം ഉണ്ടാക്കിയെടുക്കണം. എന്തായാലും പ്രവർത്തകരെ സംബന്ധിച്ച് അവർ പുതിയ സർക്കാരിനെ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ നടത്താൻ കെൽപ്പുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടേതെന്നാണ് പ്രവർത്തകർ വളരെ വ്യക്തമായി പറയുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.